മനസ്സിനിണങ്ങുന്ന ഇണയെ കിട്ടുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ, പുരുഷന്മാർക്ക് സ്ത്രീകളെ, ഖൈറായ സ്വാലിഹായ ബന്ധം കിട്ടുക എന്നുള്ളത് നമ്മളൊക്കെ കൊതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. പലരും പരാതി പറയുന്നു, ഉസ്താദ് വിവാഹം നോക്കിയിട്ട് നടക്കുന്നില്ല, വയസ്സ് 30 കഴിഞ്ഞു, വയസ്സ് 35ആയി, ഇപ്പോൾ ഈ അടുത്തൊരു സഹോദരൻ 42 വയസ്സ് കഴിഞ്ഞു, ഒരു കല്യാണം ശരിയാകുന്നില്ല എന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ആളുകളും പല പ്രശ്നപരിഹാരങ്ങൾ തേടുന്ന കൂട്ടത്തിൽ തേടുന്നൊരു പരിഹാരമാണ് വിവാഹം എളുപ്പത്തിൽ നടക്കാനുള്ള അമൽ വല്ലതും ഉണ്ടോ എന്ന്. വിവാഹം പെട്ടെന്ന് ശരിയാകാൻ, സ്വാലിഹ്യങ്ങളായ ഇണകളെ കിട്ടാൻ ആരെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് വിളിച്ചു കൂട്ടിയാൽ പോരല്ലോ. നമുക്ക് കണ്ണിന് കുളിർമയുള്ള, ജീവിതത്തിൽ വലിയ ഖൈറ് ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന, നമ്മളുടെ ദീൻ സംരക്ഷിക്കുന്ന ഒരാൾ നമ്മളുടെ കൂടെയൊക്കെ വരിക എന്നുള്ളത് വലിയ റാഹത്താണ്. ഇൻഷാ അല്ലാഹ് മക്കളുടെ വിവാഹം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, സ്വന്തം വിവാഹകാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, അതുപോലെ സഹോദരങ്ങളെപ്പറ്റി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകളുണ്ട്. വിവാഹം ശരിയാകാനുള്ള ഒരു ദുആ അൽഹംദുലില്ലാഹ് കിതാബുകളിൽ കാണാൻ കഴിഞ്ഞു. ഈ ഒരു ദുആ പതിവാക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് ഖൈറായ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കും. കൂട്ടത്തിൽ ചെയ്യാനുള്ള അമൽ കൂടെ പറയുന്നുണ്ട്, അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ ദുആ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. വിവാഹപ്രായമെത്തി വിവാഹം നടക്കാതെ നമ്മുടെ കുടുംബത്തിലും കൂട്ടുകാരിലും ഒക്കെ ഉള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ സന്ദേശം നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. ഒന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകൾ അള്ളാഹു മാപ്പ് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുള്ള കുടുംബജീവിതം അള്ളാഹു നൽകട്ടെ. അല്ലേ, ദുനിയാവിൽ സന്തോഷമുള്ള റാഹത്തുള്ള കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താ? ആഖിറത്തിൽ ചെല്ലുമ്പോഴും ആ കുടുംബം തന്നെ വേണമെന്നാണ്. അല്ലേ, ഭാര്യ, മക്കൾ, കുടുംബാദികൾ, ഭർത്താക്കന്മാർ തുടങ്ങി നമ്മളുമായി കുടുംബമായി കഴിഞ്ഞിരുന്ന സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്നവർ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോഴും അവർക്ക് നാളെ സ്വർഗത്തിൽ കൂട്ടായി, തണലായി, തുണയായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു അത്തരത്തിൽ ഇരു ലോകത്തും ഖൈറായ കുടുംബമായി നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളൊക്കെ താറുമാറായി പോകാറുണ്ട്. അല്ലേ, അതായത് പല പ്രശ്നങ്ങൾ, തട്ടിയും മുട്ടിയും ഒക്കെ വലിയ പ്രശ്നമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കലഹിച്ച് കഴിയുന്നവർ, പരസ്പരം സ്നേഹമില്ലായ്മയിൽ കഴിയുന്നവർ, അതൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടണ്ടേ. നമ്മുടെ കുടുംബമൊക്കെ റാഹത്തുള്ള കുടുംബമാണ്. അതുപോലെ തന്നെ ഖൈറായ ഇണകളെ ലഭിക്കണ്ടേ. നമുക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ പൊന്നുപോലെ നോക്കുന്ന ഒരു പുരുഷൻ ഭർത്താവായി കിട്ടുക എന്നുള്ളത് അവരുടെ സന്തോഷമുള്ള, അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യവും മനസ്സിലാക്കി പെരുമാറുന്ന ഒരു സ്ത്രീയെ കിട്ടുക എന്നുള്ളത്, ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കിട്ടുക എന്നുള്ളത് ഒരു പുരുഷൻ്റെയും വലിയ കാര്യമാണ്, വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഗതികളെയും വിശുദ്ധമായ ഖുർആൻ വലിയ അത്ഭുതമായിട്ട് എണ്ണിയതായി കാണാം. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലേ, പരസ്പരം ചേരുമ്പോൾ സമാധാനമുണ്ടാകുന്ന ഇണകൾ അവർ വലിയ അത്ഭുതങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ കുടുംബജീവിതമൊക്കെ ഖൈറാക്കി തരട്ടെ. വിവാഹം പെട്ടെന്ന് ശരിയാകാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാടായി വിവാഹം അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ നടക്കണില്ല. ഇല്ലേ, പല ബ്രോക്കർമാരും പല ബന്ധങ്ങളും കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് റാഹത്താകുന്നില്ല. ചില ആളുകൾ വിവാഹം അവസാന ഘട്ടം വരെ എത്തിയിട്ട് അവസാനം എന്ത് ചെയ്യുക, ഇല്ലാതെയായി പോവുക, നഷ്ടപ്പെട്ടു പോവുക. അത്തരത്തിൽ സങ്കടം പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനൊരു ദുആ പറഞ്ഞുതരാം. ഒരു അമൽ കൂടെ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിവാഹം ശരിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാനുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പേഴ്സണലായിട്ട് അറിയിച്ചു തരാം. ഇൻഷാ അല്ലാഹ് അതല്ലാത്ത ദുആ അധികരിപ്പിക്കാൻ പറ്റിയൊരു ദുആ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഇത് വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾക്ക് ചൊല്ലാം, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ചൊല്ലാം, കുടുംബാദികൾക്ക് ചൊല്ലാം. ആർക്ക് വേണമെങ്കിലും നീയത്ത് വെച്ചുകൊണ്ട്, ഇന്ന ആൾക്ക് എന്നുള്ള നീയത്ത് വെച്ചുകൊണ്ട് ചൊല്ലിയാൽ മതി. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഇൻ കാന സവാജു ഖൈറൻ ലി. ഈ പറയുന്നത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി തന്നെ ദുആ ചെയ്യുമ്പോൾ ഉള്ള രൂപമാണ് ഞാൻ പറയുന്നത്. ഇനി മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ലഹു എന്നായിരിക്കും, അല്ലെങ്കിൽ ലഹ എന്നായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഇത് സ്വന്തമായിട്ടുള്ള ദുആ. അല്ലാഹുമ്മ ഇൻ കാന സവാജു ഖൈറൻ ലി ഫീ ദീനി വദുനിയായ വആഖിറതി ഫയസ്സിർഹു ലി വഖ്ദുർഹു ലി വബാരിക് ലി ഫീഹി. അല്ലാഹുവേ, എൻ്റെ നിക്കാഹ്, എൻ്റെ വിവാഹം ഖൈറാണെങ്കിൽ എൻ്റെ ദുനിയാവിലും എൻ്റെ ആഖിറത്തിലും എൻ്റെ ദീനിലും എല്ലാത്തിലും ഖൈറാണ് എങ്കിൽ ഫയസ്സിർഹു ലി, എനിക്കത് എളുപ്പമാക്കി തരണേ അല്ലാഹ്. എനിക്ക്, അതായത് ഞാൻ വിവാഹം കഴിക്കുന്നത് എൻ്റെ ദീനിനും ഖൈറാണ്, ദുനിയാവിലും ഖൈറാണ്, ആഖിറത്തിലും ഖൈറാണ് എങ്കിൽ എനിക്ക് നീ എന്ത് ചെയ്യണം? എൻ്റെ വിവാഹം എളുപ്പമാക്കി തരണം, എനിക്കതിന് കഴിവ് നൽകണം, എനിക്കതിൽ ബറക്കത്ത് ചെയ്തു തരണം.
ഇത് സ്വന്തമായിട്ട് ഒരാൾ ദ്വാരക്കുക. ഇനി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. ഇപ്പം മകൻ്റെ നിക്കാഹ് ശരിയാണ്, അല്ലെ മകളുടെ നിക്കാഹ് ശരിയാണ്, മകൻ്റെ നിക്കാഹ് ശരിയാണ്, ആണിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഇൻ കാന അസ്സവാജു ഖൈറൻ ലഹു, ആ ലീ എന്നുള്ളിടത്ത് ലഹു എന്നാക്കുക. പിന്നെന്താ ഫീ ദീനി എന്നുള്ളത് ഫീ ദീനിഹി എന്നാക്കുക. അതുപോലെ തന്നെ വ ദുനിയായ എന്നുള്ളിടത്ത് വ ദുനിയാഹു എന്നാക്കാം. വ ആഖിറത്തി എന്നുള്ളിടത്ത് വ ആഖിറത്തിഹി എന്ന് ആക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഫയസ്സിറുഹു ലീ എന്നുള്ളിടത്ത് ഫയസ്സിറുഹു ലഹു എന്നാക്കാം. ഫയസ്സിറുഹു ലഹു എന്നാക്കുക. വ ഖുദുറുഹു ലീ എന്നുള്ളിടത്ത് വ ഖുദുറുഹു ലഹു എന്നാക്കുക. അതുപോലെ വ ബാരിക് ലീ ഫീഹി എന്നുള്ളിടത്ത് വ ബാരിക് ലഹു ഫീഹി എന്നാക്കുക. മനസ്സിലായോ? അതായത് ലീ 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 എന്നുള്ള ആ ഉപയോഗം വന്ന യാ വന്നിടത്തൊക്കെ ഹു എന്ന്, ആണാണെങ്കിൽ കേട്ടോ ഹു എന്ന് ചേർത്ത് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഇനി പെണ്ണാണെങ്കിലോ ആ ഹു പറഞ്ഞിടത്തൊക്കെ ഹായ് ആക്കുക. ഉദാഹരണം പറഞ്ഞാൽ അല്ലാഹുമ്മ ഇൻ കാന അസ്സവാജു ഖൈറൻ ലഹാ, അതായത് അവൾക്ക് ഖൈറാണെങ്കിൽ എന്നാണ് അർത്ഥം. ഫീ ദീനിഹാ വ ദുനിയാഹാ വ ആഖിറതിഹാ ഫയസ്സിർഹു ലഹാ വ ഖുദുർഹു ലഹാ വ ബാരിക് ലഹാ ഫീഹി. ഇതാണ് ചൊല്ലേണ്ടത്. മനസ്സിലായോ? സംശയമുള്ളവർ ഇൻഷാ അല്ലാഹ് പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അപ്പം ഈ ദുആഇനെ എല്ലാ ഇശാ നിസ്കാര ശേഷവും 11 തവണയോ അല്ലെങ്കിൽ 33 തവണയോ, ഒന്നീ 11 തവണ അല്ലെങ്കിൽ 33 തവണ, ഇത് തുടർച്ചയായി 11 ദിവസമെങ്കിലും കുറഞ്ഞത് ചൊല്ലിയിരിക്കണം. അല്ലെങ്കിൽ വിവാഹം ശരിയാകുന്നത് വരെ എന്ത് ചെയ്യുക? നിരന്തരമായി എല്ലാ ദിവസവും പതിവായി എല്ലാ ഇശാ നിസ്കാര ശേഷവും ഈ ഒരു ദുആഇനെ പതിവാക്കുക. ഖൈറായ വിവാഹബന്ധം അടുത്തു വരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂട്ടത്തിൽ രണ്ടാമതായി ചെയ്യാനുള്ള ഒരു ആയത്ത് നമ്മളെപ്പോഴും കേൾക്കുന്ന റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത്. ഈ ആയത്ത് നിരന്തരം ഓതുക. നിരന്തരം എല്ലാ ദിവസവും പതിവായി എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് സുബഹിയുടെ ശേഷം 21 തവണ മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ ഖൈറായ ബന്ധം അടുത്തു വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് പതിവാക്കാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു അമലും കൂടെ പറഞ്ഞുതരാം. ഒരു പ്രത്യേക അമൽ, നമ്മൾ വിവാഹം ശരിയാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഈ ഒരു അമൽ കൂടെ ചെയ്യാം. എന്ത്? ഒരു 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുക. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ഈ പറയുന്ന അമൽ നിങ്ങൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പറ്റുമെങ്കിൽ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ഈ അമലൊന്ന് ചെയ്യാം. 7 ദിവസം ഈ പറയുന്ന പോലെ തുടർച്ചയായിട്ട് ചെയ്യാം. 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ചതിന് ശേഷം 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലുക. അതിനുശേഷം 100 തവണ ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതാണ് പറ്റുന്നത് അറിയുന്ന ഒരു സ്വലാത്തും ഇല്ല. ശേഷം ഒരു തവണ സൂറത്തു യാസീൻ ഓതുക. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു എന്ന, നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഓതുന്നത് ആ ആവശ്യം നടന്നു കിട്ടുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പം സൂറത്തു യാസീൻ നല്ല നിയ്യത്ത് വെച്ചിട്ട്, വിവാഹം ശരിയാകണമെന്ന നിയ്യത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? സൂറത്തു യാസീൻ ഓതുക. അതിനുശേഷം ദുആ ചെയ്യുക. അല്ലാഹുവേ എന്ത് ചെയ്യണം? എൻ്റെ വിവാഹം നീ ഖൈറായി നടത്തി തരണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ദുആരക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക? നിരന്തരം ഒരു 7 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഈ ഒരു അമൽ ചെയ്യുക മുടങ്ങാതെ ഇൻഷാ അല്ലാഹ്. പറ്റുമെങ്കിൽ ഈ 7 ദിവസം കുറഞ്ഞ എന്തെങ്കിലും ഒരു സംഖ്യ സ്വതക്ക കൊടുക്കുക. സംഖ്യ ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും ആകട്ടെ, ഒരു ചെറിയ സ്വതക്ക എല്ലാ ദിവസവും കൊടുക്കാൻ ശ്രമിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് വിവാഹം നടന്നു കിട്ടും. ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളത് ചെയ്തു നോക്കുക. ഒരുപാട് ആളുകൾ, അനുഭവം ലഭിച്ച ആളുകൾ പലരും സന്തോഷം അറിയിക്കുമ്പോൾ നമുക്കും വലിയ റാഹത്താണ്. കേൾക്കുമ്പോൾ അല്ലാഹു കബൂലാക്കട്ടെ, ഇനിയും കേൾക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ കുടുംബത്തിലൊക്കെ വിവാഹം ശരിയാകാതെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. നല്ല ബന്ധം എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ഖൈറായ കുടുംബജീവിതം അല്ലാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നാളെ സ്വർഗ്ഗത്തിലും ഒരുമിക്കുന്ന കുടുംബമാക്കി അല്ലാഹു നമ്മുടെ കുടുംബത്തെയൊക്കെ കബൂലാക്കട്ടെ. മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.